all the women who behave like men and to all the men who women behave like women. ഞാൻ ഇന്നാൾ ഒരു റീല് കണ്ടപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നൊരു കമൻറ്റ് പോലെ വായിച്ചതാണ് കേട്ടോ. ആക്ച്വലി ശരിക്കും ലോകം ഇത് എങ്ങടാ പോകുന്നത് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ദർ വേർ തിങ്സ് ദറ്റ് വെർ മെൻ ടു ബി മെൻ എന്ന് നമ്മൾ വിചാരിച്ചിരുന്നൊരു കാലം, ആൻഡ് ദർ വേർ തിങ്സ് ദറ്റ് പെണ്ണുങ്ങൾ മാത്രം ചെയ്യേണ്ടതാണെന്ന് വിചാരിച്ചിരുന്നൊരു കാലം. ആ കാലത്തൊന്ന് വന്നിട്ട് കുറച്ച് നാളായി എന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം നമ്മളിപ്പോൾ 2026 കാലെടുത്ത് കുത്തവും കൂടെ ചെയ്തു. അതുകൊണ്ട് തന്നെ ആണുങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഞാനിത് കണ്ടത് ഏതോ ഒരു പെൺകുട്ടി ഡ്രിങ്ക്സ് കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അതായത് കൂൾ ഡ്രിങ്ക്സ് അല്ല കള്ള് കുടിച്ചുകൊണ്ടിരുന്ന സമയത്തും അത് ഏതോ ഒരു ഹോട്ട് ഡ്രിങ്ക് തന്നെയായിരുന്നു, റമ്മോ വിസ്കിയോ അങ്ങനെ എന്തോ കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പൊതുവെ പെണ്ണുങ്ങൾക്ക് പറയുന്ന ഒരു ഡ്രിങ്ക് ആണല്ലോ വോഡ്ക. എന്തായാലും അതൊന്നും ആയിരുന്നില്ല കുടിച്ചുകൊണ്ടിരുന്നത്. ഈവൻ ഡ്രിങ്ക്സിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. ഐ വർക്ക് ഹിയർ ആസ് എ ഫുഡ് ആൻഡ് ബെവറേജ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം പെണ്ണുങ്ങൾക്ക് വോഡ്ക അങ്ങനെ എന്തെങ്കിലും, ആണുങ്ങൾക്കാണെങ്കിൽ ഈ വിസ്കി റം അങ്ങനെ എന്തെങ്കിലും. ഇതിൽ ആൽക്കഹോൾ പെർസെൻറ്റേജ് ഓൾമോസ്റ്റ് സെയിം തന്നെയായിരിക്കും. പിന്നെ എന്താണ് ഇതിൽ ഡിഫറൻസ് കാണിക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്താണെങ്കിലും ഇത് ഞാൻ പറയാൻ വന്നൊരു റീസൺ ഇസ്, ആണുങ്ങൾ പെണ്ണുങ്ങളുടെ കാര്യത്തിലേക്ക് മൂവ് ചെയ്യുകയോ പെണ്ണുങ്ങൾ ആണുങ്ങളുടെ കാര്യത്തിലേക്കോ മൂവ് ചെയ്യുക അല്ല ചെയ്യുന്നത്. കൂടുതലും എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്ത് ട്രൈങ് ഇക്വാലിറ്റി അതാണ് ചെയ്യണതെന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. അതായത് ഇപ്പോൾ പെണ്ണുങ്ങൾ കള്ള് കുടിച്ചു കഴിഞ്ഞാലും മാനൊന്നും ഇടിഞ്ഞു വീഴില്ല, പോണ കരൾ രണ്ടുപേരും തന്നെ ആയിരിക്കും കേട്ടോ പോവുക. പിന്നെ ആകെ ഉള്ളത് പ്രഗ്നൻസി ടൈമിൽ കുടിക്കരുത് എന്നാണ്. അത് എല്ലാ ബോധമുള്ള പെണ്ണുങ്ങളും കുടിക്കാതെ തന്നെ ഇരിക്കാറുമുണ്ട് കേട്ടോ. അതുകൊണ്ട് അതിനെ വലിയ കാര്യമായിട്ട് പറയണ്ട. പിന്നെ കുക്ക് ചെയ്യുന്ന ആണുങ്ങളെ പാവാട എന്ന് വിളിക്കുന്നവരോട്, ഇത് കുക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് എ ലൈഫ് സ്കിൽ. അത് പെണ്ണുങ്ങൾക്ക് വേണ്ടി തീർത്തെഴുതി തന്നിക്കുന്ന കാര്യമല്ല. വീട് വൃത്തിയാക്കുക അല്ലെങ്കിൽ ആഹാരം ഉണ്ടാക്കുക, അതൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കണം. ഇറ്റ്സ് ജസ്റ്റ് എ ലൈഫ് സ്കിൽ മാൻ. അതുകൊണ്ട് ആണുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ പെണ്ണുങ്ങളാണ് ചെയ്യുന്നത്, പെണ്ണുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ആണുങ്ങളാണ് ചെയ്യുന്നത് എന്ന് പറയുന്നവരോട് എനിക്കിതേ പറയാനുള്ളൂ. ലൈഫ് ഹാസ് മൂവ്ഡ് ഓൺ ആൻഡ് ഇറ്റ് ഇസ് 2026. നിങ്ങളിപ്പോഴും ഏതോ ഒരു നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് 2026 21ാമത്തെ നൂറ്റാണ്ടിൽ ജീവിക്കുകയാണ് പ്രാർത്ഥിക്കുന്നു എല്ലാവരോടും. എന്താണേലും ഞാൻ ഇന്ന് കുറച്ച് റോസ്റ്റഡ് ആൻഡ് ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ശരി, ബൈ.